ഹൈ ഓൾ വെൽക്കം ബാക്ക്. എ വേൾഡ് എക്കണോമി ടേക്ക് ഷേപ്പ് എന്ന ടോപ്പിക്കായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അതിനെ ഭാഗമായിട്ട് ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്തു, ഇൻക്ലൂഡിങ് കോൺ ലോ. അല്ല, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഈ കോൺ ലോയുടെ ഇൻട്രൊഡക്ഷൻ ശേഷവും അതുപോലെ ആ കോൺ ലോയുടെ വിഡ്രോവലിന് ശേഷവും ബ്രിട്ടനിൽ മാത്രം ഉണ്ടായ ചില ചേഞ്ചസ് ആയിരുന്നു. ഇനി നമുക്ക് വരുന്നത് ഈ ഒരു കോൺ ലോയുടെ വിഡ്രോവലിന് ശേഷം ബ്രിട്ടനിൽ മാത്രമല്ല ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത്, അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് മറ്റ് പല കൺട്രീസിലും കാണാൻ പറ്റും. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക് വരുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഹെഡിങ് ഒന്നും ആവശ്യമില്ല, മറക്കരുത്. നമ്മുടെ മെയിൻ ടോപ്പിക് ഇപ്പോഴും ഇത് തന്നെയാണ്, എ വേൾഡ് എക്കണോമി ടേക്സ് ഷേപ്പ്. നമുക്കിനി ബാക്കി പോയിന്റ്സ് നോക്കാം. ആസ് ഫുഡ് പ്രൈസസ് ഫെൽ, കൺസംഷൻ ഇൻ ബ്രിട്ടൻ റോസ്. നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, അവിടെ മറ്റ് കൺട്രീസ് ഇമ്പോർട്ട് കൂടിയ സമയത്ത് അവിടെ ഫുഡ് പ്രൈസ് എല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൈസ് കുറയുമ്പോൾ ആളുകൾക്ക് എന്തായാലും യൂസേജ്, കൺസംഷൻ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഫ്രം ദ മിഡ് 19th century, faster industrial growth in Britain also led to higher income and therefore more food imports. ഇതുപോലെ ഉണ്ടായ മറ്റു ചേഞ്ച് ആയിരുന്നു, ഇവിടെ ബ്രിട്ടനിൽ ഒരു ഭാഗത്ത് അഗ്രികൾച്ചർ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ മറ്റൊരു ഭാഗത്ത് അവിടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ബ്രിട്ടൻ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ആൾസോ ലെഡ് ടു ഹയർ ഇൻകം. ആളുടെ ഇൻകം കൂടുകയായിരുന്നു ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രി ആൻഡ് ദെർഫോർ മോർ ഫുഡ് ഇമ്പോർട്ട്. അപ്പോൾ ആളുകൾക്ക് വീണ്ടും ഫുഡ് തികയാതെ ആവുകയും അവർ മറ്റ് കൺട്രീസിൽ നിന്ന് വീണ്ടും ഫുഡ് ഇമ്പോർട്ട് ചെയ്യാൻ ഒന്നുകൂടെ അവർ ട്രൈ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞത് ബ്രിട്ടനിൽ മാത്രം ഉണ്ടായ ചേഞ്ചസ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഈ ബ്രിട്ടനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് പല കൺട്രീസ് അവിടെ ഒരു കോമ്പറ്റീഷനിലേക്ക് വന്നു. അതാണ് നമ്മുടെ ഇതിൽ പറയുന്ന മെയിൻ ചേഞ്ചസ്. ഇത് നോക്കാം. എറൗണ്ട് ദ വേൾഡ്, എസ്പെഷ്യലി ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്, റഷ്യ, അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ, ലാൻഡ്സ് വർ ക്ലിയർഡ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ എക്സ്പാൻഡഡ് ടു മീറ്റ് ദ ബ്രിട്ടീഷ് ഡിമാൻഡ്. ഇപ്പോൾ ഈ പറയുന്ന കൺട്രീസ് എല്ലാം അവിടുത്തെ ഫാമേഴ്സ് ഒന്നുകൂടെ ആക്റ്റീവായിട്ട് അവർ കൾട്ടിവേഷൻ ആരംഭിച്ചു. എന്തിനാണ്? ടു ഇമ്പോർട്ട് മോർ ഫുഡ് ടു ബ്രിട്ടൻ. നൗ ഇറ്റ് വാസ് നോട്ട് ഇനഫ് മിയർലി ടു ക്ലിയർ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചർ ലാൻഡ് ക്ലിയർ ചെയ്താൽ മാത്രം പോരാ, എന്തുകൂടെ വേണം? റെയിൽവേസ് വർ നീഡഡ് ടു ലിങ്ക് ദ അഗ്രികൾച്ചറൽ റീജിയൻ ടു ദ പോർട്ട്. അവർക്ക് ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അവർ കൂടുതൽ റെയിൽവേ ലൈൻസ് എക്സ്പാൻഡ് ചെയ്തു. ഈ ചേഞ്ചെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ന്യൂ ഹാർബേഴ്സ് ഹാഡ് ടു ബി ബിൽഡ് ആൻഡ് ഓൾഡ് വൺ എക്സ്പാൻഡഡ് ടു ഷിപ്പ് ദ ന്യൂ കാർഗോസ്. ഒരുപാട് കാർഗോസ് അവർക്ക് ഒരുപാട് കാര്യം ഇമ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അവർ പുതിയ ഹാർബേഴ്സ് ഉണ്ടാക്കുകയും ചില ഹാർബേഴ്സൊക്കെ അവർ ഒന്നുകൂടി റിവൈവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, പീപ്പിൾ ഹാഡ് ടു സെറ്റിൽ ഓൺ ദ ലാൻഡ്സ് ടു ബ്രിങ് ദം അണ്ടർ കൾട്ടിവേഷൻ. ദിസ് മെൻ ബിൽഡിംഗ് ഹോംസ് ആൻഡ് സെറ്റിൽമെൻറ്റ്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഇൻ ടേൺ റിക്വയർഡ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. എന്താ പറയുന്നത്? അതായത് ആളുകൾ കൾട്ടിവേഷൻ ആരംഭിച്ചു, അവിടെ ഒരു സെറ്റിൽമെൻറ്റ് കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഒരുപാട് കൾട്ടിവേറ്റ് ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ സെറ്റിൽ ചെയ്ത് അവിടെ ഒരു പുതിയൊരു ടൗൺ അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം വേണ്ട ഒരു കാര്യം എന്താണ്? ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഇൻ ടേൺ റിക്വയർഡ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. നമുക്കവിടെ മണിയും വേണം, അതുപോലെ ലേബർ, വർക്കേഴ്സിന് ഹെൽപ്പോടെ വേണം. ഈ കാര്യമാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ക്യാപിറ്റൽ ഫ്ലോഡ് ഫ്രം ഫിനാൻഷ്യൽ സെൻറ്റേഴ്സ് സച്ച് ആസ് ലണ്ടൻ. The demand for labor in places where labor was in short supply, as in America and Australia, led to more migration. നമ്മളിവിടെ പറഞ്ഞു, നമുക്ക് ഈ കൾട്ടിവേഷന് രണ്ട് കാര്യം വേണം, ക്യാപിറ്റലും വേണം, ലേബറും വേണം. നമുക്ക് ക്യാപിറ്റൽ കാര്യം പറയുന്നത്, ലണ്ടൻ പോലുള്ള മെയിൻ സെൻറ്റേഴ്സിൽ നിന്ന് ആളുകൾക്ക് കൂടുതൽ ക്യാപിറ്റൽ കിട്ടിത്തുടങ്ങി. മറ്റൊന്ന് ലേബറിൻ്റെ കാര്യമായിരുന്നു. ഇവിടെ ഈ അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമായിരുന്നു കുറച്ച് ലേബർ ഷോർട്ടേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ആളുകൾ ഈ ഒരു രണ്ട് പ്ലേസിലേക്ക് ആളുകൾ കൂടുതൽ മൈഗ്രേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. സോ ഇത്രയും ആക്ടിവിറ്റീസ് അവിടെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ മെയിൻ ടോപ്പിക്ക് മറക്കരുത്, എ വേൾഡ് എക്കണോമി ടേക്ക് ഷേപ്പ്. ഈ ഒരു കാര്യം അവിടെ സംഭവിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് പറഞ്ഞ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ആളുകൾ ആക്റ്റീവായിട്ട് ചെയ്തു തുടങ്ങി. കൾട്ടിവേഷൻ ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് നമ്മുടെ ആ ഒരു വേൾഡ് എക്കണോമി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. എ വേൾഡ് അഗ്രികൾച്ചർ എക്കോണമി ഹാഡ് ടേക്കൺ ഷേപ്പ് ഇൻ 1890. ഇത്രേ ഉള്ളൂ. 1890 ആയപ്പോഴേക്ക് നമ്മുടെ ആ ഒരു അഗ്രികൾച്ചറിന് പുതിയൊരു എനർജി കിട്ടുകയും ഒരു കൂടുതൽ ഡെവലപ്മെൻറ്റ് അവിടെ വരികയും ചെയ്തു. ഈ ഒരു ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമിന് CBSE ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു ഈ ഒരു ഇയർ. അക്കമ്പനിഡ് ബൈ കോംപ്ലക്സ് ചേഞ്ചസ് ഇൻ ലേബർ മൂവ്മെൻറ്റ് പാറ്റേൺ, ക്യാപിറ്റൽ ഫ്ലോ, എക്കോളജീസ് ആൻഡ് ടെക്നോളജി. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിനും ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ ഒരു വേൾഡ് അഗ്രികൾച്ചർ എക്കോണമി അവിടെ ഡെവലപ്ഡ് ആവുകയായിരുന്നു. ഇനി നമ്മുടെ ടോപ്പിക് കഴിയുന്നില്ല, കുറച്ചുകൂടെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. ഫുഡ് നോ ലോങ്ങർ കെയിം ഫ്രം നിയർ ബൈ വില്ലേജ് ഓർ ടൗൺ ബട്ട് ഫ്രം തൗസൻഡ്സ് ഓഫ് മൈൽ അവേ. നമ്മൾ പണ്ട് ഇപ്പോൾ ബ്രിട്ടനെ എടുക്കുകയാണെങ്കിൽ ബ്രിട്ടനിലേക്ക് വേണ്ട ഫുഡ് സപ്ലൈ ചെയ്തിരുന്ന ബ്രിട്ടനിലെ കൾട്ടിവേറ്റേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ, ഇപ്പോൾ ഫുഡ് വരുന്നത് തൗസൻഡ്സ് ഓഫ് മൈൽ അകലെയുള്ള മറ്റ് കൺട്രീസ് നിന്നാണ്. അതൊരു ചേഞ്ച് ആയിട്ട് വരുന്നത്. മറ്റൊന്ന്,
It was not grown by a peasant tilling his own land, but by an agricultural worker, perhaps recently arrived, who was now working on a large farm that only a generation ago had most likely been a forest. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മൈഗ്രേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞ കാര്യമായിരുന്നു ഈ അമേരിക്ക, ഓസ്ട്രേലിയ പോലുള്ള ലേബേഴ്സ് കുറവുള്ള സ്ഥലത്തേക്ക് മറ്റ് കൺട്രീസിനാണല്ലോ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കാര്യമാണ് പറയുന്നത്. അങ്ങനെ പണ്ട് അവരവരുടെ സ്ഥലത്തെ ലാൻഡ് മാത്രം ടിൽ ചെയ്തെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ബട്ട് ബൈ എൻ അഗ്രികൾച്ചറൽ വർക്കർ പെർഹാപ്സ് റീസെൻ്റ്ലി അറൈവ്ഡ് ഹു വാസ് നൗ വർക്കിംഗ് ഓൺ എ ലാർജ് ഫാം ദാറ്റ് ഓൺലി എ ജനറേഷൻ എഗോ ഹാഡ് മോസ്റ്റ് ലൈക്ലി ബീൻ എ ഫോറസ്റ്റ്. ഇപ്പോൾ അവർ മറ്റ് പല കൺട്രീസിൽ മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഏരിയ അവർ ക്ലിയർ ചെയ്യും. എന്നിട്ട് അവിടെ കൂടുതൽ ആക്റ്റീവായിട്ട് അവർ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. മറ്റൊന്ന്, ഇറ്റ് വാസ് ഇനി പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ്. ഇറ്റ് വാസ് ട്രാൻസ്പോർട്ടഡ് ബൈ റെയിൽവേ ബിൽറ്റ് ഫോർ that very purpose and by ships which were increasingly manned in these decades by low-paid workers from southern Europe, Asia, Africa and Caribbean. ഇവിടെ പറയുന്ന എസ്പെഷ്യലി രണ്ട് കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ വരുന്ന, റെയിൽവേയുടെ കാര്യവും അതുപോലെ ഷിപ്പിൻ്റെ കാര്യവും. വിച്ച് were increasingly manned in those decades by low-paid workers from southern Europe. ഈ പറയുന്ന കൺട്രീസിലെല്ലാം വർക്കേഴ്സിനെ വെച്ചായിരുന്നു ഇവർ രണ്ട് കാര്യം റൺ ചെയ്തിട്ടുണ്ടായിരുന്നു, റെയിൽവേ ആണെങ്കിലും ഷിപ്പാണെങ്കിലും ഒക്കെ. ഇവിടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ലോ വേജ് മാത്രം അവിടെ കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ട് ഈ പോയിന്റിൽ പറയുന്നത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. മറ്റൊന്ന്, സം ഓഫ് ദിസ് ഡ്രമാറ്റിക് ചേഞ്ച് തോ ഓൺ എ സ്മോളർ സ്കെയിൽ ഒക്കേർഡ് ക്ലോസർ ഹോം ഇൻ വെസ്റ്റ് പഞ്ചാബ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യമെല്ലാം യൂറോപ്പിൻ്റെ കാര്യമായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇന്ത്യയിലും കാണാൻ പറ്റും. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഇല്ല, അറ്റ്ലീസ്റ്റ് ഇൻ എ പ്ലേസ് നമുക്കറിയാം പഞ്ചാബിൽ, വെസ്റ്റേൺ പഞ്ചാബ്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഹിയർ ദ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് ബിൽറ്റ് എ നെറ്റ്വർക്ക് ഓഫ് ഇറിഗേഷൻ കനാൽസ് ടു ട്രാൻസ്പോർട്ട് സെമി ഡെസേർട്ട് വേസ് ഇൻ ടു ഫെർട്ടൈൽ അഗ്രികൾച്ചറൽ ലാൻഡ് ദാറ്റ് കുഡ് ഗ്രോ വീറ്റ് ആൻഡ് കോട്ടൺ ഫോർ എക്സ്പോർട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണിത്. ഇവിടെ നമുക്കറിയാം ആ സമയത്ത് ഇന്ത്യ വാസ് അണ്ടർ ദ റൂൾ ഓഫ് ബ്രിട്ടൻ. അപ്പോൾ ഈ സമയത്ത് ഈ വെസ്റ്റേൺ പഞ്ചാബ് റീജിയനിൽ ബ്രിട്ടീഷേഴ്സ് കുറച്ച് കനാൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫോർ ദ ഇറിഗേഷൻ ആൻഡ് ദ പേർപ്പസസ്. അപ്പോൾ ഈ കനാൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നമുക്കറിയാൻ പറ്റും അവിടെ കൂടുതൽ ഇറിഗേഷൻ ഫെസിലിറ്റി കിട്ടുകയും കൂടുതൽ ഫെർട്ടിലിറ്റി ലാൻഡ് കിട്ടുകയും അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ഭാഗത്ത് കൂടുതൽ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇൻ വെസ്റ്റേൺ പഞ്ചാബ്. അങ്ങനെ ഇവിടെ ആളുകൾ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ഇവിടേക്ക് ആളുകൾ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യും, ഇവിടെ അവർ സെറ്റിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് കനാൽ കോളനീസ്. നമുക്ക് ലാസ്റ്റ് പോയിന്റിൽ കാണാൻ പറ്റുന്നത്. സോ ദ കനാൽ കോളനീസ് as the areas irrigated by the new canals were settled by peasants from other parts of Punjab. പഞ്ചാബിലെ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബിലെ മറ്റ് പാർട്സിലെ ആളുകൾ ഈ ഒരു വെസ്റ്റേൺ പഞ്ചാബ് റീജിയനോട്ട് വരികയും അവരവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. അതാണ് ആ പ്ലേസ് കെയിം ടു ബി നോൺ ആസ് കനാൽ കോളനീസ്. നമ്മുടെ ടോപ്പിക് ഇനിയും കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നവിടെ മെയിൻ ടോപ്പിക് ഇപ്പോഴും ഇത് തന്നെയാണ്, എ വേൾഡ് എക്കണോമി ടേക്ക് ഷേപ്പ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്കിതിൽ ഈ ഒരു പോയിന്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എടുക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഈ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സ്. അതിൽ ലേബർ മൂവ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ക്യാപിറ്റൽ ഫ്ലോ, എക്കോളജി ആൻഡ് ടെക്നോളജി. പക്ഷേ ഈ ഒരു പോയിന്റിൽ നിന്ന് CBSE പലപ്പോഴും ഒരു 3 മാർക്ക് ക്വസ്റ്റിന് പലപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് റോൾ ഓഫ് ടെക്നോളജി. അതായത് ഈ നമ്മുടെ എക്കണോമി ഒന്നുകൂടി ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് 1890s മുതൽ എന്ത് റോളാണ് ടെക്നോളജി അവിടെ പ്ലേ ചെയ്തത്. അപ്പോൾ നമുക്കൊരു ടോപ്പിക്കായിട്ട് എഴുതാം, റോൾ ഓഫ് ടെക്നോളജി ഓർ ടെക്നോളജി. അവിടെ നമുക്ക് സിമ്പിളായിട്ടൊരു 3 പോയിൻറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. യൂഷ്വലി 3 മാർക്കായിട്ട് മാത്രമേ CBSE ചോദിച്ച് കാണാറുള്ളൂ. അപ്പോൾ നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്, ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് ദി റെഫ്രിജറേറ്റഡ് ഷിപ്പ്. നമ്മുടെ ഈ ടോപ്പിക്കിലെ കീ വേർഡാണ് ആ ഒരു വേർഡ്, റെഫ്രിജറേറ്റഡ് ഷിപ്പ്. ദ പ്രൈസസ് ഓഫ് മീറ്റ് ഇൻ യൂറോപ്പ് വർ ഹൈ ആസ് ആനിമൽസ് ഹാഡ് ടു ബി ഷിപ്ഡ് അലൈവ്. അതായത് നമ്മുടെ യൂറോപ്പിൽ ഈ റെഫ്രിജറേറ്റഡ് ഷിപ്പിൻ്റെ ഇൻവെൻഷന് മുമ്പ് എത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഷിപ്പിൻ്റെ ഒരു ഭാഗം നമ്മളൊരു റെഫ്രിജറേറ്റഡ് ഏരിയയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ മീറ്റ് പോലുള്ള പെരിഷബിൾ ഐറ്റംസ് എല്ലാം കുറേ കാലം നമുക്ക് അവിടെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അതാണ് റെഫ്രിജറേറ്റഡ് ഷിപ്പ് എന്നുള്ള ഒരു ടേമിൻ്റെ മീനിങ്. ബട്ട് ഈ ഒരു ഇൻവെൻഷന് മുമ്പ് നമ്മുടെ യൂറോപ്പിലെ മീറ്റിൻ്റെ പ്രൈസ് വളരെ കൂടുതലായിരുന്നു. കാരണം എന്താ, ആസ് ആനിമൽസ് ഹാഡ് ടു ബി ഷിപ്ഡ് അലൈവ്. ഇപ്പോൾ ഈ സമയത്ത് യൂറോപ്പിലേക്കുള്ള അനിമൽസ് എല്ലാം ലൈവ് ജീവനോട് കൂടിയായിരുന്നു നമ്മൾ ഈ ഷിപ്പിൽ വഴി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വോയേജിനെ ഇടയ്ക്ക് വെച്ചിട്ട്, ഈ ജേർണിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പല അനിമൽസ് ഒന്നുമില്ലെങ്കിൽ സിക്കാവാനോ അല്ലെങ്കിൽ പലതും ചത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഇൻവെൻഷന് മുമ്പ് യൂറോപ്പിലെ മീറ്റിൻ്റെ പ്രൈസ് വളരെ ഹൈ ആയിരുന്നു.
ബട്ട് ലേറ്റർ എന്ത് സംഭവിച്ചു? ലേറ്റർ റെഫ്രിജറേറ്റഡ് ഷിപ്പ് എനേബിൾ ദ ട്രാൻസ്പോർട്ട് ഓഫ് പെരിഷബിൾ ഫുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഇൻക്രീസ് ട്രേഡ്. Now animals were slaughtered at the starting point in America, Australia or New Zealand and then transported to Europe as frozen. This reduced shipping costs. ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ നിന്നാണെങ്കിൽ അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നാണെങ്കിൽ ന്യൂസിലാൻഡിലാണെന്നൊക്കെ അനിമൽസ് നമുക്ക് അവിടെ നിന്ന് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊണ്ട് നമുക്ക് സ്ലോട്ടർ ചെയ്തുകൊണ്ട് മീറ്റ് മാത്രമാക്കിയിട്ട് ഫ്രോസൺ മീറ്റ് ആയിക്കൊണ്ട് നമുക്ക് യൂറോപ്പിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ആ ഒരു ഷിപ്പിങ്ങിൻ്റെ കോസ്റ്റ് അതുപോലെ ഗ്രാജുവലി ആ ഒരു മീറ്റിൻ്റെ കോസ്റ്റും എല്ലാം റെഡ്യൂസ് ആയത്. So as the shipping were reduced, got a shipping cost as the shipping cost was reduced, the price of meat decreased. This enabled even the lower class of Europe to consume meat. ഇപ്പോൾ നമുക്ക് യൂറോപ്പിലെ പുവർ പീപ്പിളിന് വരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മീറ്റ് അവിടെ മാറുകയാണ്. അതാണ് റോൾ ഓഫ് ടെക്നോളജി. ഇനി നമുക്ക് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്ന നമ്മുടെ മെയിൻ ടോപ്പിക് ഇപ്പോഴും സെയിം ആണ്, ദ റോൾ ഓഫ് എ വേൾഡ് എക്കണോമി ടേക്ക് ഷേപ്പ്. നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഈ ഒരു പ്രോസസ്സിൻ്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് അല്ലേ. എന്നാൽ ഈ ഒരു പ്രോസസ്സിന് വേൾഡ് എക്കണോമി ടേക്ക് ഷേപ്പ് എന്ന പ്രോസസ്സിന് ഒരു നെഗറ്റീവ് സൈഡിലൂടെ വരുന്നുണ്ട്, ഒരു ഡാർക്ക് സൈഡിലൂടെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. ഹെഡിങ് ഇങ്ങനെയാണ്, കൊളോണിയലിസം. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ടേമാണ് കൊളോണിയലിസം എന്നുള്ളത്. നമുക്ക് നോക്കാം. പോയിന്റ് നമ്പർ 1, it is important to realize that there was a darker side to market and trade. In many parts of the world, the expansion of trade and closer relationship with the world economy also meant a loss of freedom and livelihood. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നമ്മുടെ അറൗണ്ട് ദ വേൾഡ് ഒരു നമ്മുടെ വേൾഡ് അഗ്രികൾച്ചർ എക്കോണമി ഷേപ്പായി വന്നിട്ടുണ്ടെങ്കിലും ഡെവലപ്പായി വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മറ്റൊരു ഡാർക്കർ സൈഡാണ് പല കൺട്രീസിൻ്റെയും ഫ്രീഡത്തെ അഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് late 19th century European conquest produced many painful economic, social and ecological changes through which the colonized societies were brought into the world economy. ഇവർ ട്രേഡ് നമുക്കറിയാം, യൂറോപ്യൻ പവേഴ്സ് എല്ലാം ഇന്ത്യയിലേക്ക് വന്നത്, ബ്രിട്ടൻ ആണെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും എല്ലാം ഇന്ത്യയിലേക്ക് വന്നത് ട്രേഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു. ബട്ട് ലേറ്റർ എന്തുണ്ട് നമുക്കറിയാലോ, ലേറ്റർ എന്തുണ്ടായി, അവർ ഇന്ത്യയെ തന്നെ അവരുടെ കോളനി ആക്കി അവർ മാറ്റി കഴിഞ്ഞു. അതാണ് പറയുന്നത്. ഇതിൻ്റെ പേരിൽ അവർ പല കൺട്രീസും ചെന്നിട്ട് അവിടുത്തെ ഫ്രീഡത്തെ അഫക്റ്റ് ചെയ്യുക, അതുപോലെ അവരെ സോഷ്യലി അതുപോലെ എക്കണോമിക്കലി എല്ലാം അവർ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തേർഡ് വൺ, ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് മെയ്ഡ് വാസ്റ്റ് അഡീഷൻ ടു ദെയർ ഓവർസീസ് ടെറിട്ടറീസ് ഇൻ ദ ലേറ്റ് 19th century. ഇതിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ ഉണ്ടാക്കിയ രണ്ട് കൺട്രീസാണ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ദേ മെയ്ഡ് വാസ്റ്റ് അഡീഷൻ ടു ദെയർ ഓവർസീസ് ടെറിട്ടറി. ഇറ്റ് മീൻസ് ദേ കോൺകേർഡ് മെനി കൺട്രീസിൻ്റെ അർത്ഥമേ വരുന്നുള്ളൂ. ഇനി ബെൽജിയം ആൻഡ് ജർമ്മനി ബിക്കം ന്യൂ കൊളോണിയൽ പവേഴ്സ്. സോ എലോങ് വിത്ത് ബ്രിട്ടനും ഫ്രാൻസും മാത്രമല്ല, ഈ ബെൽജിയം ജർമ്മനി ഒക്കെ അവരുടെ കൂടെ കൂടുതൽ ഗെയിൻ ഉണ്ടാക്കിയ ആൾ തന്നെയായിരുന്നു. ഇനി യു എസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, ദ യു എസ് ആൾസോ ബിക്കെയിം എ കൊളോണിയൽ പവർ ഇൻ ദ ലേറ്റ് 1890s ബൈ ടേക്കിംഗ് ഓവർ സം കോളനീസ് ഏർലിയർ ഹെൽഡ് ബൈ സ്പെയിൻ. അപ്പോൾ 1890 മുമ്പ് യു എസ് അത്രയൊന്നും സീനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 1890s മുതലാണ് അവർ സ്പെയിൻ ഓൾറെഡി നമ്മൾ ഈ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ സ്പെയിനും പല കൺട്രീസിനെയും അവർ കോളനിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ യു എസ് എ എന്നിട്ട് സ്പെയിനിൻ്റെ കോളനീസ് അവർ കോൺകർ ചെയ്തു. യു എസ് എ കോൺകേർഡ് ദ കോളനീസ് ഓൾറെഡി കോൺകേർഡ് ബൈ സ്പെയിൻ. അങ്ങനെയാണ് യു എസ് ഈ ഒരു സീനിലേക്ക്, കൊളോണിയൽസിലേക്ക് യു എസ് എ വരും. ഓക്കെ, നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെന്നുള്ള ഒരുപാട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യൂസ് എല്ലാം വളരെ കുറവാണ്. സോ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.